ഇന്ത്യയിലെ ആദ്യത്തെ ബുൾഡോസർ രാജിൻ്റെ ചരിത്രമുള്ള ഡൽഹിയിൽ അതേ തുർക്കുമാൻ ഗേറ്റിനടുത്ത് വീണ്ടും ഒരു ബുൾഡോസർ രാജ് അരങ്ങേറിയിരിക്കുകയാണ്. അന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലായിരുന്നു ബുൾഡോസർ രാജ് നടപ്പാക്കിയതെങ്കിൽ ഇന്ന് BJP ബുൾഡോസർ രാജ് തുർക്കുമാൻ ഗേറ്റിന് മുമ്പിൽ സയ്യിദ് ഫൈസ ഇലാഹി മസ്ജിദിന് ചുറ്റുഭാഗത്തുള്ള ബിൽഡിങ്ങുകളാണ്, താമസ സ്ഥലങ്ങളാണ് പൊളിച്ചു നീക്കിയിരിക്കുന്നത്. രാജ്യത്താകമാനം ബുൾഡോസർ രാജ് നടപ്പാക്കുകയാണ് BJP. ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ട് അവരുടെ വാസസ്ഥലങ്ങളെ, വ്യാപാര സ്ഥലങ്ങളെ, പ്രതിഷേധിക്കുന്നവരെ എല്ലാം ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു തരത്തിലുള്ള ജനസൈഡ് അല്ലെങ്കിൽ വംശഹത്യ ഔദ്യോഗികമായി ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലൊട്ടാകെ ഇത്തരം പൊളിച്ചു നീക്കൽ പരിപാടികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിയമങ്ങളെയും ചട്ടങ്ങളെയും എല്ലാം മറികടന്നുകൊണ്ട് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് മനുഷ്യാവകാശം ലംഘിച്ചുകൊണ്ട് അടിസ്ഥാനാവകാശമായ ഡിഗ്നിറ്റിയോടെ ജീവിക്കുക എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടന ഓരോ പൗരനും ഉറപ്പ് നൽകുന്ന അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം നിഷേധിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകളെ, മീക്ക് ആൻഡ് വീക്ക്, ഏറ്റവും സമൂഹത്തിൽ ശബ്ദമില്ലാത്തവരെ, ദലിതരായ ആളുകളെ, മുസ്ലിങ്ങളായ ആളുകളെ, പിന്നാക്കം നിൽക്കുന്ന ആളുകളെ, രാഷ്ട്രീയ ബലമില്ലാത്ത ആളുകളെ, അവരെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ആക്രമിക്കുകയും അവരുടെ വാസസ്ഥലങ്ങൾ ഇടിച്ച് നിരത്തിക്കൊണ്ടിരിക്കുകയുമാണ്. ഒരു തരത്തിലുള്ള ഫാഷിസത്തിൻ്റെ ഉന്മാദ നൃത്തമാണ് ബുൾഡോസർ രാജിലൂടെ രാജ്യത്തൊട്ടാകെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം ഏരിയകളൊക്കെ ഒരു ശുദ്ധികലശം ചെയ്യുകയാണ്, ക്ലെൻസിങ് നടത്തുകയാണ്. ഇത് അപായ സൂചനയാണ്. ഇത് ഒരു തരത്തിലുള്ള പുറംതള്ളലാണ്, എക്സ്ക്ലൂഷനാണ്. ഈ രാജ്യത്തെ പൗരന്മാരെ, നിങ്ങൾക്ക് ഒന്നും അവകാശപ്പെടാനില്ല, നിങ്ങൾക്ക് പാർപ്പിടത്തിൻ്റെ അവകാശമില്ല, നിങ്ങൾക്ക് ജീവിക്കാൻ അവകാശമില്ല, പൗരാവകാശത്തിൻ്റെ ഒന്നും തന്നെ നിങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയില്ല. ഈ രാജ്യത്തെ പൗരന്മാരല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത്തരം സംഹാര നൃത്തം BJPയും ഫാഷിസ്റ്റ് ശക്തികളും ഭരണകൂടവും നിരന്തരം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ ബുൾഡോസർ രാജിന് വേദിയായത് 1974 സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇതേ തുർക്കുമാൻ ഗേറ്റിലാണ് ആ ക്ലൻസിങ് ആരംഭിച്ചത്. പൗരന്മാരോടും രാജ്യം ചെയ്യാൻ പാടില്ലാത്ത, ഭരണകൂടം ചെയ്യാൻ പാടില്ലാത്ത അനീതിയാണ് അന്ന് ചെയ്തത്. ഇന്ന് BJP അത്തരം നടപടികൾ നടപ്പാക്കുമ്പോൾ ആ കോൺഗ്രസ് പാർട്ടി, ഷീല ദീക്ഷിതിൻ്റെ മകൻ കോൺഗ്രസ് നേതാവ് ഡൽഹിയിൽ വെച്ച് പോലീസിൻ്റെ, മുനിസിപ്പാലിറ്റിയുടെ, ഭരണകൂടത്തിൻ്റെ, BJPയുടെ ഈ പൊളിക്കലിന് കയ്യൊപ്പ് ചാർത്തിയിരിക്കുകയാണ്. ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJP എന്ന രാഷ്ട്രീയ ഫലിതം അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. കർണാടക സർക്കാർ ബാംഗ്ലൂരിൽ ഇതേ രീതിയിലുള്ള പൊളിച്ചു നീക്കലായിരുന്നു നടത്തിയിരുന്നത്. ആ പൊളിച്ചു നീക്കലിനെതിരെ കേരളത്തിൽ നിന്നുൾപ്പെടെ ശക്തമായ പ്രതിഷേധമുണ്ടായപ്പോൾ മാത്രമാണ് അവിടെയുള്ള ഭരണകൂടം അത് അഡ്രസ്സ് ചെയ്യാനെങ്കിലും തയ്യാറായത്. ഇന്നും അവർക്ക് ബദൽ മാർഗങ്ങൾ ഒരുങ്ങിയിട്ടില്ല, അവരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടില്ല. എല്ലാം കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്, അല്ലാതെ അതിലൊന്നും ആത്മാർത്ഥതയില്ല. ഡൽഹിയിലെ കോൺഗ്രസ് നേതാവിൻ്റെ സമ്മതപത്രം ഇതാണ് സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിൻ്റെ അർദ്ധമനസ്സ് എന്നും BJPക്കൊപ്പമായിരുന്നു. ഫാഷിസത്തെ നേരിടാൻ, BJPയെ നേരിടാനുള്ള ആർജവം, അതിൻ്റെ ഉൾക്കരുത്ത്, രാഷ്ട്രീയമായ ഉൾക്കരുത്ത്, ആദർശപരമായ ഉൾക്കരുത്ത്, മതേതരത്വത്തിൻ്റെ ഉൾക്കരുത്ത്, ഭരണഘടനാ മൂല്യങ്ങളുടെ ഉൾക്കരുത്ത് കോൺഗ്രസിനുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ട സമയം കൂടിയാണിത്. അവരെ വിശ്വസിച്ചുകൊണ്ട് ആ ജനസഞ്ചയം അവർക്ക് പിന്നിൽ അണിനിരക്കുമ്പോഴാണ് ന്യൂനപക്ഷങ്ങളെയും പാവങ്ങളെയും നിസ്വരായ മനുഷ്യരെയും വഞ്ചിക്കുന്ന നിലപാട് കോൺഗ്രസ് ചെയ്യുന്നത്. ഇത് ചരിത്രത്തോട് ചെയ്യുന്ന അനീതിയാണ്. സഞ്ജയ് ഗാന്ധി ചെയ്ത അതേ പരാക്രമത്തിന് കയ്യൊപ്പ് ചാർത്തുകയാണ് കോൺഗ്രസ്. ഇത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ്, രാജ്യത്തെ നിയമങ്ങളോടുള്ള വെല്ലുവിളിയാണ്, സുപ്രീം കോടതിയോടുള്ള വെല്ലുവിളിയാണ്, പൗരാവകാശങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ജനങ്ങളെക്കാൾ ശക്തരായി ജനാധിപത്യത്തിൽ ആരുമില്ലെന്ന ബോധ്യം BJPക്കും RSSനും ഭരണകൂടത്തിനും ഉണ്ടാകുന്നത് നല്ലതാണ്. സത്യത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്
നമുക്ക് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.